ഈ മരണത്തിന്റെ ഘട്ടത്തിൽ പോലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും അതിൽ രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച ഒരു ഭാഗത്ത് നാം കാണുകയാണ്. രണ്ടാമത്, ഈ സംഘം BJP-യുടേതല്ല, BJP-ക്ക് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് 10-15 കൊല്ലം പ്രസിഡന്റായിരുന്ന് ഒരു 5-8 വയസ്സ് മുതൽ തന്നെ ശാഖയിൽ പോയി ഒരു 10-ാം വയസ്സ് മുതൽ തന്നെ സജീവമായിട്ടുള്ള സംഘപരിവാർ പ്രവർത്തകനായി മാറി തന്റെ ജീവിതം മുഴുവൻ പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ചൊരു നേതാവ് തന്റെ പ്രസ്ഥാനത്തിലെ മറ്റുള്ളവരുടെ ചതിയിൽ പെട്ടുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ കരഞ്ഞു തളർന്ന ആ കുടുംബം, ഹൃദയം തകർന്ന ആ കുടുംബത്തെ ശരിക്കും സഹായിക്കുന്നതിന് പകരം ഈ സഹകരണ സംഘവുമായി BJP-ക്ക് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞത് ഇതിന്റെ ഭാഗമായി നടന്ന തട്ടിപ്പുകളിൽ നിരവധി BJP നേതാക്കന്മാരും അവരുടെ ശിങ്കടികളും ബിനാമികളുമെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അനിൽകുമാർ പോയി, അതുകൊണ്ട് ഇനി മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി എന്തു നുണയും പറയാം, ഞങ്ങൾക്ക് കഴിയും, പറയും എന്ന BJP-യുടെ തനി സ്വഭാവം പുറത്തെടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ഇവിടെയാണ് മാധ്യമപ്രവർത്തകർ ശരിയായ ചോദ്യം ചോദിച്ചത്. 2 ദിവസം മുമ്പ് നിങ്ങളെ വന്ന് കണ്ടില്ലേ? ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്ന രൂപത്തിൽ താങ്കളെ വന്ന് കാണുമ്പോൾ ആശ്വാസവാക്കുകൾ പറയുകയും അതുപോലെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കുകയും ഏതെങ്കിലും തരത്തിൽ സഹകരണ സംഘത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് പകരം എന്താണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആര്, കൈരളിയല്ലേ, എന്നോട് ചോദിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് വളരെ മോശം ഭാഷയിൽ വിരട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. നല്ല കൃത്യമായിട്ടുള്ള മറുപടി കൈരളിയും മറുപടി കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. മറ്റു മാധ്യമങ്ങളെല്ലാം ശക്തമായി തന്നെ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതാണ് BJP-യുടെ രീതി. ഭയപ്പെടുത്തുക, അതുപോലെ തന്നെ വെല്ലുവിളിക്കുക, ആക്രമിക്കുക, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക. അത്തരത്തിലുള്ള ശ്രമം കൃത്യമായി തന്നെ കേരള സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്തെല്ലാം മറ്റ് സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തകൾ വരുമ്പോൾ വലിയ അഹങ്കാരത്തോടെ ചർച്ചയിൽ പങ്കെടുത്ത് വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന പല BJP നേതാക്കന്മാരും നമ്മുടെ മുന്നിലുണ്ട്. അവരെല്ലാം ഇപ്പോ ഈ കൃത്യമായിട്ടുള്ള BJP-യുടെ ഇൻവോൾവ്മെന്റ് പുറത്തു വരുമ്പോഴും പല ബിനാമി നേതാക്കന്മാരുടെ ഇൻവോൾവുകളെ കുറിച്ച് ചർച്ച സജീവമാകുമ്പോഴും സത്യം മറച്ചുവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. പോലീസ് എഫക്റ്റീവായി ഈ ആത്മഹത്യാ കുറിപ്പിനെ തുടർന്ന് അതിലെ വാചകങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അന്വേഷണം നടത്തണം. ആരൊക്കെയാണ് ഇതിൽ ഈ ലോൺ തട്ടിപ്പിന് കൂട്ടുനിന്നിരിക്കുന്നത്, ബിനാമി അക്കൗണ്ടുകൾ ആരൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഭരണസമിതിയുടെ പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും 1 രൂപ പോലും തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ ആരാണ് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത് എന്ന് പരിശോധിച്ച് കണ്ടെത്തുവാനും ആ കുടുംബത്തിന് നീതി ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടുള്ള സമീപനം പോലീസ് സ്വീകരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിലൂടെ BJP-യുടെ തനി നിറം പുറത്തു വന്നിരിക്കുന്നു. സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത്, ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് അത്തരത്തിൽ സംസ്ഥാന പ്രസിഡന്റിന്റെ ഇടപെടൽ പോയിട്ടുണ്ടോ എന്നതും ഏറ്റവും ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ്.